ചേടാ ഈ പെണ്ണെന്താ ഫോൺ എടുക്കാത്തെ? എത്ര നേരായി കിടന്ന് വിളിക്കണേ? സീതേ സീതേ. അല്ല ഈ നേരത്ത് നീ ഇതെന്താ ഈ അടുക്കളയില്? അത് പിന്നെ ഒന്നുമില്ലേട്ടാ, പിള്ളേരൊക്കെ ഭക്ഷണം കഴിച്ച കുറച്ച് പാത്രം ഉണ്ടായിരുന്നു കഴുകാന്. പിന്നെ കൂടെ തന്നെ അനുനൊന്ന് വിളിച്ചേക്കാന്ന് കരുതി. കൊറേ നേരായി വിളിക്കുന്നേ, ലൈൻ എന്നെ കിട്ടുന്നില്ല. അതാ ഒന്നും കൂടി വിളിച്ചു നോക്കിയേ. എന്നിട്ട് എന്തായി സീതേ, കിട്ടിയോ? ഇല്ലേട്ടാ, ലൈന് കിട്ടുന്നില്ല. നോട്ട് റീച്ചബിൾ എന്നാ വരുന്നേ. ഓ, പരീക്ഷക്ക് ഇപ്പൊ കഴിഞ്ഞതല്ലേ ഉള്ളൂ. ചിലപ്പം അവളെ പാടുന്നെറ്റും നാട്ടിൽ പോയി കാണും. അതുകൊണ്ടേക്കും കിട്ടാത്തെ. നമുക്ക് രാവിലെ ഒന്ന് വിളിച്ചു നോക്കാം. എന്നിട്ടും കിട്ടില്ലാന്നുണ്ടെങ്കിൽ ഉണ്ണിയൊന്ന് പറഞ്ഞു വെച്ചോക്കാട്ടോ. ശരിയേട്ടാ. അച്ഛാ, അമ്മേ, രണ്ടുപേരും എവിടെ ഉണ്ടായിരുന്നോ? അല്ലട ചെറുക്ക, എന്തോന്നത് ഓടി കറിച്ചു വന്നേക്കണേ? എന്തോ കാര്യം? ആനോ? ഇല്ലല്ലോ അമ്മേ, അവള് കാലത്തെ വിളിച്ചായിരുന്നു. അവള് വാർഡന്റെ ഫോൺ കംപ്ലൈന്റ് ആണെന്നും വിളിക്കുകയാണെങ്കിൽ ലൈൻ ഫോൺ വിളിക്കാനും പറഞ്ഞ്. അതും 9:30 മുന്നേ തന്നെ വിളിക്കാനാ പറഞ്ഞിരുന്നേ. അത് പിന്നെ തിരക്കിന്റെ ഇടയിൽ വിട്ടുപോയതാ. എന്തായാലും നോക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് അറിഞ്ഞില്ലേ? ഇനിയിപ്പോ ചുമ്മാ ടെൻഷൻ അടിക്കാൻ നിൽക്കണ്ട. കാലത്ത് അവളൊന്ന് വിളിച്ചു നോക്കി കണ്ടിട്ടോ. അല്ല അച്ഛാ, നിങ്ങൾ എന്തേ ഞാൻ വന്ന കാര്യം എന്താന്ന് ചോദിക്കാത്തേ? ഓ, ഇവൻ അതിനെക്കാട്ടും വലുത്. ഒന്ന് പറഞ്ഞോളൂ ചെറുക്കാ, ഞാൻ ചോദിച്ചാലേ നീ പറയത്തുള്ളൂ. അത് പിന്നെ നമ്മൾ കഴിഞ്ഞ മാസം അമ്മയുടെ ചെയിൻ പൊട്ടിട്ടേ അത് മാറ്റാൻ വേണ്ടി ജ്വല്ലറി പോയ ഓർമ്മയില്ലേ? അപ്പോ ആ ജ്വല്ലറിന്ന് നമുക്കൊരു കൂപ്പൺ കിട്ടില്ലായിരുന്നോ? എഴുതി ഫില്ല് ചെയ്തിടാൻ വേണ്ടിട്ട്. ഓ എന്റെ അമ്മേ, അടിച്ചത് അതൊന്നല്ല, അതൊക്കെ മേലെയാ. ആഹാ, അല്ലട ചെറുക്കാ, ഓഫറില് ഇനിയിപ്പോ ഒരു പോയ സ്വർണ്ണാണോ? ഓ എന്റെ അച്ഛാ, അതാണെങ്കിൽ പോലും എനിക്ക് എത്ര സന്തോഷം തോന്നത്തില്ലായിരുന്നേ. അത് പിന്നെ ഫാമിലി ആയിട്ട് ഗോവയിൽ പോകാനുള്ള ഒരു പാക്കേജ് അടിച്ച്. ഗോവയിലേക്കോ? അതെ അച്ഛാ, അതും ഏറ്റവും വലിയ രസം എന്താണെന്നറിയോ? നാളെ തന്നെയാ ഡേറ്റ്. അതന്നെ, വെറുതെ പൈസ മുടക്കി ഗോവയിലേക്ക് പോവല്ലേ? അതിന്റെ ആവശ്യമൊന്നുമില്ല. ഈ അവരോടെ ടിക്കറ്റ് മുടക്കി ഒന്നെങ്കിൽ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ ടിവിയോ അങ്ങനെ എന്തെങ്കിലും തരാൻ പറയും. അല്ലാന്നുണ്ടെങ്കിൽ ഈ കൂപ്പൺ തന്നെ വേണ്ട. അച്ഛാ, എന്തോന്നച്ചാ, ഇത്രയും വലിയ ഭാഗ്യൊന്നും ആർക്കും കിട്ടത്തില്ല. നമുക്ക് കിട്ടിയിട്ട് അച്ഛനത് ഈസി ആയിട്ട് തട്ടി കളയുവാണല്ലോ. ഒന്ന് പോയടാ ചെറുക്കാ, ഇവിടുന്ന് ഗോവയിലേക്ക് എല്ലാരും കൂട്ടി പോകുമ്പോ തന്നെ ടിക്കറ്റിനൊക്കെ എമ്മാതിരി പൈസ കൊടുക്കേണ്ടി വരും. നിനക്ക് വട്ടുണ്ടോ? അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ പറയുന്നത് ചെയ്യാൻ നോക്കാങ്ങട്ട്. പോയിന്റെ അച്ഛാ, അതിന് ട്രാവലൊക്കെ അവരെ വകയാന്നേ. അല്ല, അപ്പോ വണ്ടിക്ക് പൈസ ഒന്നും കൊടുക്കണ്ടേ? ഓ വേണ്ട അച്ഛാ, വണ്ടിക്കുന്നില്ല, ഫുഡിനും അവിടെ തങ്ങണേനും തിരിച്ചു വരുന്നതിനും ഒന്നിനും വേണ്ടെന്നേ. ഓക്കെ, അവരെ വക ഫ്രീയാ. എന്നാ പിന്നെ ഒന്ന് പോയേക്കാം. ഓ താങ്ക് യു അച്ഛാ, ഞാൻ പോയിട്ട് എല്ലാവരുടെ കാര്യം പറയട്ടെ. അതൊക്കെ ഞാൻ അമ്മി സംസാരിച്ചോളാം. നീ ഇപ്പൊ പോയിട്ട് അവനോട് കൂട്ടിക്കൊണ്ടുവരാൻ നോക്ക്. അയ്യോ, ഈ രാത്രിയിലോ? അവളെ പാടം വിടുവോ അച്ഛാ? അതൊക്കെ വിടോടെ ചെറുക്കാം, അച്ഛൻ വിളിച്ചു പറയാനേ, എമർജൻസി ആണ്. അപ്പൊ ഓക്കെ. ഓ എന്റെ ചന്ദ്ര, ഇപ്പൊ ഈ ടൂറൊക്കെ എന്തിനാ? അതൊന്നും വേണ്ടെന്നേ, വെറുതെ കാശ് ചെലവാക്കാനായിട്ട്. അയ്യോ അമ്മേ, ഒരു ഉറുപ്പ് ചെലവില്ലെന്നേ, എല്ലാം അവരെ വകയാന്നേ. അതുകൊണ്ടാ പറയണ അമ്മേ, കിട്ടിയ അവസരം വെറുതെ പാഴാക്കണ്ടല്ലോ. അല്ലേലും നമ്മളെല്ലാരും കൂടി പുറത്തു പോയിട്ട് എത്ര കാലായി. ഇതാകുമ്പോ പിള്ളേർക്കൊക്കെ ഒഴിവാണല്ലോ. എല്ലാവർക്കും വേണ്ടി ചെറിയൊരു ഫാമിലി ട്രിപ്പ് പോയി വരാന്നേ. അല്ല മക്കളെ, നീ മാത്രല്ലേ ഉള്ളൂ, അമ്മയും ചേച്ചിയൊന്നും ഇല്ലല്ലോ. അവരില്ലാണ്ട് നമ്മൾ അങ്ങനെ ഒറ്റക്ക് പോരാ? അതൊക്കെ അതല്ല അമ്മേ, ഇപ്പൊ പപ്പിക്കായാലും ഇങ്ങോട്ടേക്ക് വരാൻ പറ്റത്തില്ലല്ലോ. അവിടെ അമ്മായിമ്മക്ക് വയ്യാണ്ടിരിക്കുവല്ലേ. അതുകൊണ്ട് നമുക്ക് മാത്രം പോയിട്ട് വരാന്നേ. അതെങ്ങനെ ശരിയാവടാ? പപ്പിയും മോളില്ലാണ്ട് നമ്മൾ എങ്ങനെ പോവാനാ? അയ്യോ അമ്മേ, ഞാൻ പറഞ്ഞല്ലോ, പപ്പിയും മോളും വരാൻ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാ ഈ അവസരം കൈവിട്ടു പോവാമേ. നാളെയാണ് പോണ്ടത്. അവര് വരാൻ എന്തെങ്കിലും മറ്റന്നാളാവും. പിന്നെ വെറുതെ ഉള്ളതും കൂടി കളഞ്ഞിരിക്കണോ? അതുകൊണ്ടാ പറയണേ, തൽക്കാലം നമുക്ക് എല്ലാവർക്കും കൂടി പോയി വരാന്നേ. എന്റെ ടീയക്കുട്ടീന്റെ സന്തോഷം കാണുമ്പോ പോവാണ്ടിരിക്കാനും വയ്യ. എന്തായാലും പോവല്ലേ? അതന്നെ അമ്മേ, ഒരു 3 ദിവസത്തേക്കുള്ള ഡ്രസ്സൊക്കെ അമ്മ പാക്ക് ചെയ്ത് വെച്ചോ. രാവിലെ 7 മണിയാകുമ്പോഴത്തേക്കും വണ്ടി വരും. ശരിടാ മോനെ. അല്ല, അനുവിന്റെ കാര്യത്തിൽ എന്തായി? അനുവിനെ കൂട്ടാൻ ഉണ്ണി പോയിട്ടുണ്ട്. അവള് കുറച്ച് കഴിയുമ്പോ എത്തും അമ്മേ. അപ്പൊ ശരി, ഞാനേ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടേ നേരത്തെ കാലത്ത് കടന്നാട്ടെ. എന്നാലേ കാലത്ത് നേരത്തെ എണീച്ച് പോവാൻ കഴിയൂ. ശരി അമ്മേ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ടീയക്കുട്ടി.